ഇപ്പോൾ അവർ പറയുന്നത് അവർക്ക് ജയിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്, അല്ലാതെ ലൈംഗിക ചേഷ്ട കാണിക്കാൻ ഈ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് സാധിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ലൈംഗിക ചേഷ്ട കാണിക്കേണ്ട കാര്യമില്ല. ഇവർ ഈ മാഡത്തിനെ നേരത്തെ എനിക്ക് അറിഞ്ഞുകൂടാ, ഇവർ മേയറാണെന്ന് അറിഞ്ഞുകൂടാ, ഇവർ ലൈംഗിക ചേഷ്ട കാണിക്കേണ്ട കാര്യവുമില്ല. ഇവരടുത്ത് നേരത്തെ എനിക്ക് വൈരാഗ്യമോ അങ്ങനത്തെ യാതൊരു കാര്യവുമില്ല. പിന്നെ എന്താണ് ഇങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ കേസിന് ബലം വരാൻ വേണ്ടിയിട്ടോ സ്ത്രീകളെ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ് എനിക്കൊരു എങ്ങനെയെങ്കിലും നിനക്ക് പണി തരുമെന്നാണ് മാഡം പറഞ്ഞിരുന്നത്. നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. യദു, ഞാൻ മറ്റൊരു കാര്യം കൂടി ചോദിക്കട്ടെ. ഒരുപക്ഷെ ഈ ഒരു വിഷയത്തിൽ തന്നെ ഇനിയും ചില വ്യക്തതകൾ വരേണ്ടതുണ്ട്. ഒരുപക്ഷെ യദു തന്നെ ആദ്യഘട്ടത്തിൽ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ ഒരു കാർ പിന്നെ കണ്ടിട്ടില്ല. ആ ഒരു ബസ്സിന് കുറുകെ വന്ന് നിന്ന അവരുടെ കാർ പിന്നെ ആ ഒരു സമയത്ത് അവിടെ പിന്നെ കണ്ടിട്ടില്ല. ഒപ്പം തന്നെ മറ്റു ചില ആളുകളും ചില രാഷ്ട്രീയ പ്രവർത്തകരും ആ ഒരു സമയത്ത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ തർക്കങ്ങളിലേക്ക് വഴിതെളിക്കാനായി വേണ്ടി അവിടെ എത്തിച്ചേർന്നു എന്നുള്ള കാര്യം, അത്തരത്തിൽ നിരവധി ചില കാര്യങ്ങളിൽ കൂടി വ്യക്തത വരേണ്ട ഒരു സാഹചര്യം ഉണ്ട് അല്ലേ? അത് പിന്നീട് ആ കാർ കണ്ടില്ല. ഈ സ്റ്റേഷനിൽ നിന്ന് ജീപ്പ് വന്നതും ഈ കാർ കാണാനില്ല. എങ്ങോട്ടാണ് പോയതെന്ന് അറിയത്തില്ല. കാർ ക്രോസിനിട്ടത് ഓപ്പോസിറ്റ് ഏതെങ്കിലും സൈഡിലോട്ട് മാറ്റി ഇട്ടോന്ന് അറിയത്തില്ല. ഇവരെ ആരെയും കാണാനുമില്ല. ജീപ്പ് വന്ന ഉടനെ ഇവരെ കാണാനില്ല. ഈ പറഞ്ഞ വ്യക്തികൾ 4 പേര് 5 പേരെയും കാണാറില്ല, കണ്ടുമില്ല. നേരെ ജീപ്പ് വന്നു, വണ്ടി ഫ്രണ്ടിലോട്ട് എടുത്തിടാൻ പറഞ്ഞു. ഞാൻ വണ്ടി ഇട്ടു. ആളുകളെ മൊത്തം 15 പേര് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അവരെ ഇറക്കി റോഡിൽ നിർത്തുകയാണ് ചെയ്തത്. ഇത് നമുക്കറിയാം, ഈ ഒരു ബസ് സർവീസ് നിലമ്പൂരിൽ നിന്നും വരികയായിരുന്നു തിരുവനന്തപുരത്തേക്ക്. അത്തരത്തിൽ ഇന്നലെ നടന്ന ഈ ഒരു സംഭവത്തിന്റെ തുടക്കം എങ്ങനെയായിരുന്നു, ഒന്ന് വിവരിക്കാമോ? നിലമ്പൂരല്ല സാറേ, നിലമ്പൂരല്ല ഇത്. അല്ല, ഇത് നിലമ്പൂരല്ല, തൃശ്ശൂരാണ്. തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. യെസ്, പറഞ്ഞോളൂ. തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടിയാണ്. കേൾക്കാമോ? യെസ്, കേൾക്കാം. അതെ, പറഞ്ഞോളൂ. തൃശ്ശൂരിൽ നിന്ന് വന്ന വണ്ടിയാണ് ഇത്. എന്തായിരുന്നു സംഭവം? എന്തായിരുന്നു ഈ ഒരു തുടക്കം? എങ്ങനെയായിരുന്നു വണ്ടിയാണ് സംഭവം? ഇത് പട്ടത്തുനിന്ന് ഞാൻ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ കാറിനെ ഞാൻ ശ്രദ്ധയിൽപ്പെട്ടില്ല. അപ്പോൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു കാറ് അതിൻ്റെ ഇടയിൽ കൂടെ കയറി വരികയും, വണ്ടി എടുത്ത സമയത്ത് വലത് സൈഡിൽ സ്ഥലമില്ലാതെ ഹോൺ അടിച്ച് ലൈറ്റൊക്കെ ഇട്ട് വരികയും, പിന്നെ ഞാൻ കുറച്ച് മുന്നോട്ട് പോയിട്ട് പട്ടം കഴിഞ്ഞ് ഒരു കട്ടിങ് വരുമല്ലോ പട്ടത്തുനിന്ന് ലെഫ്റ്റിലോട്ട്, കുറവൻകോണം റോഡാണ്. ആ റോഡിലോട്ട് കട്ടിങ് വരണതിൻ്റെ അവിടെ വന്നപ്പോൾ സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ ഒതുക്കി കൊടുത്ത് കാർ കയറി പോവുകയും ചെയ്തു. പോയിട്ട് അവിടെ നിന്ന് നേരെ ഇപ്പുറം വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ കാർ കൊണ്ടുവന്ന് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിക്കുകയും, പിന്നെ ആ വണ്ടിക്ക് പോകാൻ തടസ്സമായിട്ട് ഇങ്ങനെ പല തവണയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഇട്ട് തിരിക്കുകയും ചെയ്ത് നേരെ ഞാൻ പ്ലാമൂട് സിഗ്നലിൽ അങ്ങോട്ട് കയറുന്ന ഓൺ വേയിൽ കയറുകയാണ്. ഞാൻ കയറി വലത് സൈഡിൽ കൂടെ ഞാൻ കയറുകയാണ്. ഇടത് സൈഡിൽ കൂടെ ഈ കാറ് ഓവർടേക്ക് ചെയ്ത് വരാൻ നോക്കുന്നു. പിന്നെയും പോകുന്നു, ലൈറ്റ് ഇട്ട് കാണിക്കുന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്ക് പ്ലാമൂട് കഴിഞ്ഞ് PMG എത്താറായപ്പോഴത്തേക്ക് ഞാൻ സൈഡ് കൊടുത്തു. ഈ കാർ അങ്ങ് കയറി പോവുകയും ചെയ്തു. പിന്നെ നേരെ കാണുന്നത് സാഫല്യത്തിൻ്റെ ഫ്രണ്ടിൽ വെച്ചാണ് കുറുകെ കൊണ്ടുവന്നിടുന്നത്. യദു നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്രത്തോളം ഈ ഒരു വിഷയം വളരെ രീതിയിൽ നടു റോട്ടിലാണ് ഇത്തരത്തിലൊരു സംഘർഷം അല്ലെങ്കിൽ വളരെ ഒരു രീതിയിലൊരു വഴക്ക് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായത്. അത്തരത്തിൽ പോലും ഇത്തരത്തിൽ നേരത്തെ മേയർ പോലീസിനെ വിളിച്ചു വരുത്തുകയും പോലീസ് ഒരു കുറ്റവാളിയോട് പെരുമാറുന്ന രീതിയിലാണ് താങ്കളോട് പെരുമാറിയത്. ഒരുപക്ഷെ മേയർ ആയിരുന്നില്ലെങ്കിൽ കൂടിയും അല്ലെങ്കിൽ ഒരുപക്ഷെ മേയറുടെ വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ താങ്കൾ കടത്തി വിടുമായിരുന്നു. എന്നാൽ സ്വകാര്യ വാഹനത്തിലാണ് മേയർ വന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എടുത്തു പറയേണ്ടത്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ മേയറുടെ പദവി ശരിക്കും പറഞ്ഞാൽ അവിടെ ദുരുപയോഗം ചെയ്യുന്നതായി താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അത് എനിക്ക് വ്യക്തമായിട്ട് തോന്നി. അവർ ആ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞിട്ടാണ് പോയത്. നിനക്ക് ഏതറ്റം വരെ പോയാലും നിനക്കുള്ള പണി തരും എന്നാണ് പറഞ്ഞത്. പണി തരുമെന്നാണ് പറഞ്ഞിട്ട് പോയത് മേഡം. പിന്നെ ഞാൻ അപമര്യാദയായി പെരുമാറിയിട്ടില്ല. 2 വീഡിയോ അവിടെ ഉണ്ട്. ആ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് വ്യക്തമായിട്ട് കാര്യമായിട്ട് മാഡമാണെന്ന് അറിഞ്ഞിട്ടല്ല, അല്ലാതെ തന്നെയാണ് സംസാരിച്ചിട്ടുള്ളത്. മോശമായിട്ട് എങ്കിൽ അപ്പോഴും ഞാൻ പെരുമാറണ്ടേ? ഞാൻ അങ്ങനെ ചേഷ്ടയോടെ കാണിച്ചെന്നും പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് അങ്ങനെ സംസാരിക്കുമല്ലോ. മാന്യമായിട്ടല്ലേ ഞാൻ സംസാരിച്ചിട്ടുള്ളത്. ആ വീഡിയോയിൽ തന്നെ വ്യക്തമാണല്ലോ.